ഇന്ത്യയുടെ ആത്മാവ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം, ആ പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം അഭിവന്യ തിരുമേനിയുടെ വില്ലേജ് മിഷൻ ഏറെ പ്രയോജനമുണ്ടാക്കിയ ഒരു സംഗതിയാണ് വില്ലേജ് മിഷൻ. സമൂഹത്തിലെ അന്ധകാരത്തെ മാറ്റുവാൻ, അറിവില്ലായ്മയുടെ അന്ധകാരത്തെ വിദ്യാഭ്യാസമാകുന്ന പ്രകാശത്തിലൂടെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധനായ പരിമല തിരുമേനി കാണിച്ചു വെച്ച ആ ഒരു മാർഗദീപം, അറിവിന്റെ ലോകത്തേക്ക് തലമുറകളെ കൈപിടിച്ച് വളർത്തുവാൻ തിരുമേനി സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓരോ ശൃംഖല, ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദേവാലയങ്ങളോടും ചേർന്നുള്ള സ്കൂളുകൾ, ഇതൊക്കെ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഴയ സെമിനാരി സ്ഥാപകനായിരുന്ന പുലിക്കോട്ടിൽ തിരുമേനിയെ പോലെ തന്നെ കേരളത്തിൽ അദ്ദേഹം ഒത്തിരി സംഭാവനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സെമിനാരിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുല്യനായ സ്തേഫാനോസ് മാർ ദേവോദോസിയോസ് തിരുമേനിയെ ഉപമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും മിഷണറി വിഷനോടുകൂടി കൽക്കട്ടയിൽ ഇവിടെ ഭിലായിൽ നിത്യമായ ഒരു സെമിനാരി തുടങ്ങണമെന്നുള്ളത് തിരുമേനിയുടെ വിഷയന്റെ ഭാഗം. അതുപോലെ തന്നെയാണ് പുലിക്കോട്ടിൽ തിരുമേനി സ്ഥാപിച്ചതുപോലെ തന്നെ ഓരോ പള്ളിയോടും ചേർന്ന് ഒരു വിദ്യാലയം ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാട് സമൂഹത്തിന്റെ അന്ധകാരത്തെ പ്രകാശത്തിന്റെ ജീവിതത്തിലേക്ക് മാറ്റുവാൻ, നമ്മുടെ ആളുകൾക്ക് അതുവഴി തൊഴിൽ ലഭിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യവും അഭിമന്യ തിരുമേനിക്കുണ്ടായിരുന്നു. തീർച്ചയായും തിരുമേനിയുടെ ജീവിതം അത്തരത്തിൽ നമുക്കേറെ പ്രചോദനം നൽകുന്നതായ കാര്യമാണ്. തീർച്ചയായും ഈ വില്ലേജ് മിഷനൊക്കെ ശക്തിപ്പെടുവാൻ കാര്യം തിരുമേനി ഇവിടെ ഇല്ലാത്ത ഒരു സമയത്താണല്ലോ ഇവിടെ വെച്ച് തിരുമേനിക്കെതിരെ ഒരു ആക്രമണത്തിന് ഇടയായത്. അതറിഞ്ഞ ഇവിടേക്ക് വന്ന തിരുമേനി കൂടുതൽ ഊർജ്ജസ്വലയോടെ തന്റെ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ആ ആക്രമണമാണ് മിഷനെ കൂടുതൽ സജീവമാക്കി എന്ന് തിരുമേനി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. തീർച്ചയായും ആ ഭാവിയെ സ്വപ്നം കണ്ട ആ ദാർശനികൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വഴിത്താരിയായി ഇട്ട് തന്നിട്ടാണ് പോയിരിക്കുന്നത്.